5 8 സ്റ്റാഫിൽ നിന്ന് മാറി ഇപ്പോൾ 265ഓളം സ്റ്റാഫുണ്ട് ഞങ്ങൾക്ക് കേരളത്തിലൊട്ടാകെ. നേരത്തെ പറഞ്ഞ പോലെ കവടിയാർ ഗാർഡൻസിൽ നിന്ന് ആരംഭിച്ച പ്രസ്ഥാനം ഇപ്പോൾ 117 സ്ഥാപനങ്ങളുണ്ട്, 265 ജീവനക്കാരുണ്ട്, 1000-ലധികം അന്തേവാസികളുണ്ട്. ഇങ്ങനൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറി എന്ന് പറയുമ്പോൾ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപ ഞങ്ങൾ ഇതുവരെ മേടിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു നടത്തിപ്പ് കാര്യങ്ങളൊക്കെ ഇതെല്ലാം ജനങ്ങളുടെ സംഭാവന കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പോൾ ഞാനെപ്പോഴും പറയും 44,000 രൂപ കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ സായി ഗ്രാമം 100 കോടി രൂപയുടെ സായി ഗ്രാമം പ്രസ് ക്ലബ്ബിൽ ഞങ്ങൾ അനൗൺസ് ചെയ്തു. ഞാനും ബാബുപോൾ സാറും സുഭദ്രാ നായരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് അനൗൺസ് ചെയ്തപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 44,000 രൂപയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം തമാശയായിട്ട് കളിയായിട്ട് ചിരിച്ചു പോയി. വൈകുന്നേരം ഒരു പ്രധാന പത്രത്തിൻ്റെ ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഒന്നും വിചാരിക്കരുത്, സാറ് ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണണം. അപ്പോൾ ഞാൻ അതിലിടയ്ക്ക് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ കാണും, എനിക്ക് 1000 ദിവസം തരണം. എന്താണെങ്കിലും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് 1100 ദിവസം കഴിഞ്ഞപ്പോൾ 40ഓളം പത്രപ്രവർത്തകരെ വിളിച്ചുകൊണ്ട് വന്നു. അവരോട് പറഞ്ഞു പേന എടുക്കണ്ട, ക്യാമറ എടുക്കണ്ട, നിങ്ങൾ വരുന്നത് ഇത് കാണുവാനാണെന്ന് പറഞ്ഞു. 41 പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ട് കാണിച്ചു. ഇത് സർവേശ്വരൻ്റെ നമുക്ക് കിട്ടിയ പ്രസാദമാണ്. ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ സംഭാവന കൊണ്ടുണ്ടായൊരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ അങ്ങയുടെ സ്ഥാപനങ്ങൾ, ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉതകുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ട്? സ്ഥാപനങ്ങൾ ഏകദേശം 120ഓളം സ്ഥാപനങ്ങളുണ്ട്. അല്ലാതെ ചെറുതും വലുതുമായ പദ്ധതികൾ 200 എണ്ണോളം ഉണ്ട്.